إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس أوصيكم بالتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല ഭക്തരായിക്കൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ വിശ്വാസിനികളാണ്. സൂറത്ത് കഹ്ഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല 103, 104 ആയത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഈ ലോകത്തെ ഏറ്റവും വലിയ നഷ്ടകാരികൾ ആരാണ്? ഈ ഭൂലോകത്ത്, ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ തഖ്വയുണ്ടായിട്ടും അല്ലെങ്കിൽ തഖ്വ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ ആരാണ് എന്നാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനാ. എന്താണ് പ്രിയമുള്ളവരെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, നബിയെ പറയുക, കർമ്മങ്ങളിൽ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിനക്ക് പറഞ്ഞു തരട്ടെ. എന്നിട്ട് അള്ളാഹു സൂചിപ്പിക്കുകയാണ്, അല്ലദീ ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനാ. ഐഹിക ജീവിതത്തിലെ തങ്ങളുടെ പ്രയത്നം, ഈ ദുനിയാവിലെ തങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും പിഴച്ചുപോയവരത്രേ അവർ വിചാരിക്കുന്നതാവട്ടെ തങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനത്തിന് ഉടമകളാണ് എന്നാണ്. അത്തരത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ചു നോക്കുക. പ്രവാചകനോടുള്ള മുഹബ്ബത്ത് കാരണം, പ്രവാചകനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കാരണം ചിലർ നമ്മുടെ നാടുകളിലൊക്കെ പ്രവാചക സ്നേഹം പരത്തിക്കൊണ്ട് പ്രവാചകന്റെ ദിനം ആഘോഷിച്ച ഒരു ദിവസം ഈ കഴിഞ്ഞ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയതാണ്. നമ്മൾ ഓരോരുത്തരും അറിയേണ്ട ഒരു വിഷയമാണ് പ്രവാചകനോടുള്ള സ്നേഹം എങ്ങനെയാണ് നാം കാണിക്കേണ്ടത്. അറിവില്ലായ്മ കാരണം പല ആഘോഷങ്ങളും പല തെരുവീതികളും ലൈറ്റുകൾ കൊണ്ടും ബൾബുകൾ കൊണ്ടും വെട്ടിത്തിളങ്ങുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നൊരു ദീനുണ്ട്. എൻ്റെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നു, ഇനി അതിൽ പുതുതായിട്ടൊന്നുമില്ല. മതത്തിൽ പുതുതായി ചേർക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പലതവണ അള്ളാഹു സൂചിപ്പിച്ചിട്ടും പ്രിയമുള്ളവരെ, പ്രവാചകനെ അങ്ങേയറ്റം വിരൂപമായിക്കൊണ്ട് ചില ആളുകൾ കാണുന്ന ഒരു സമൂഹത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഖബറിലെ ചില ചോദ്യങ്ങൾ നമുക്കറിയാം. എന്താണ് ഖബറിലെ ആദ്യത്തെ ചോദ്യം? മൻ റബ്ബുക, നിന്റെ രക്ഷിതാവ് ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏതൊരു സമയത്തും ഉറക്കിൽ നിന്ന് പോലും എണീച്ച് നമ്മളോട് ചോദിക്കുമ്പോഴും മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ് അള്ളാഹു ആണ്, എന്നെ പഠിച്ച അള്ളാഹുവാണ് എൻ്റെ രക്ഷിതാവ് എന്ന് തീർത്തും പറയാൻ നമുക്കാർക്കും ഭയമില്ല, നമുക്കാർക്കും സംശയമില്ല. കാരണം ചെറുപ്പം മുതലേ, മദ്രസ പ്രായം മുതലേ നാം ഓരോരുത്തരും കേൾക്കുന്ന വാചകങ്ങളാണ്. മൻ റബ്ബുക, നിന്റെ രക്ഷിതാവ് ആരാണ്? അള്ളാഹു. മൻ ദീനുക, നിന്റെ ദീൻ ഏതാണ്? അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരമുള്ള നമുക്ക് നാളെ വരാൻ പോകുന്ന ഒരു ദിവസം, അന്നത്തെ ദിവസം എൻ്റെയും നിങ്ങളുടെയും നാവുകൾക്ക് അത് പറയാനാവില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ തഖ്വയുള്ള ആളുകളായിരിക്കാം, ഒരു പക്ഷേ നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലൊക്കെ നമ്മൾ തഖ്വയുള്ള ആളുകളായിരിക്കാം. പക്ഷേ എവിടെയോ അറിയാതെ നമ്മുടെ വീടങ്ങളിലുള്ള മക്കൾക്കും അതുപോലെ നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്കും പലപ്പോഴുമായിട്ട് തഖ്വ നഷ്ടപ്പെടുന്നു. എവിടെയാണ് ഈ തഖ്വ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ട ഒന്നുണ്ട്. പ്രിയമുള്ളവരെ,
തുടർന്ന് പരിശുദ്ധ ഖുർആനിൽ ഈ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. സൂറത്തു ഹദീദിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നു. ഹദീദിലെ 20-ാമത്തെ ആയത്ത് അള്ളാഹു 5 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട് മനുഷ്യകുലത്തിനൊട്ടാകെ ഓർമ്മപ്പെടുത്തുന്നത്. ഇഅ്ലമു അന്നമൽ ഹയാത്തദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. പ്രിയമുള്ളവരെ, തുടർന്ന് അങ്ങനെ ആയത്ത് തുടരുന്നുണ്ട്. നിങ്ങൾ അറിയുക, എന്നിട്ട് അള്ളാഹ് 5 കാര്യങ്ങളാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. ഒന്നാമതായിട്ട്, ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ ഇഹലോകം എന്ന് പറയുന്നത് ലൈബാണ്. ലൈബ് എന്ന് പറഞ്ഞാൽ കളി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഇഹലോകം മുഴുവനായിട്ടും കളിയാണ്. ചോദ്യം ചെയ്യപ്പെടാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മളൊക്കെ വളർന്നു വന്ന ആളുകളാണ്. ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ ഇന്ന് നമുക്ക് ആർക്കും മറക്കാൻ കഴിയൂല. ആ കാലത്ത് നമ്മെ ആരും ചോദ്യം ചെയ്യാനില്ല. ഇന്ന് 40ഉം 50ഉം 60ഉം വയസ്സായിട്ടും എൻ്റെ ബാല്യകാലത്തിൽ നിന്നും ഞാനിപ്പോഴും വളർന്നു വന്നിട്ടില്ല എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ യുവത്വവും എൻ്റെ ഓരോ കാലഘട്ടവും എൻ്റെ വാർദ്ധക്യത്തിലെത്തുന്ന ഈ നരബാധിച്ച കാലഘട്ടത്ത് പോലും ഞാൻ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നുണ്ടോ എന്നത് വളരെ ഗൗരവത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. 2 കയറിനപ്പുറം 1 കയറിൻ്റെ ഇപ്പുറം ബലഹീനനായ ഒരു വ്യക്തിയും അപ്പുറം ബലമുള്ള വളരെ ആർജവമുള്ള ഒരു വ്യക്തിയും നിന്നിട്ട് ആ കയർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ആരാണ് ജയിക്കുക എന്നുള്ളത് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ഈ ഇഹലോകത്തിൻ്റെ ഭദ്രതകളും അതിൻ്റെ പളപളപ്പും അനുസരിച്ച് ആ ബലമുള്ള വ്യക്തി ഒരു പക്ഷേ ജയിച്ചേക്കാം. പക്ഷേ നാളെ പരലോകത്തെത്തുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഖബറിലും എൻ്റെ ദീനിലും എൻ്റെ അവസാന കാലഘട്ടത്തും ഞാൻ എൻ്റെ ജീവിതത്തിലൊന്നും സമ്പാദിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇഹലോകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഒരുപാട് വലിയ വലിയ വീടുകളും ആഡംബരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ നാളെ പരലോകത്തെത്തുമ്പോൾ എൻ്റെ മുമ്പിൽ എനിക്ക് എന്ന് അർഹതപ്പെട്ട് പറയാൻ ഒരു നന്മയെങ്കിലും നമുക്ക് ആർക്കെങ്കിലും കൂടെ കൊണ്ടുപോകാനുണ്ടാകുമോ എന്ന് ആലോചിക്കുക. പ്രിയമുള്ളവരെ, മരിച്ചു കഴിയുന്ന ഒരു ലോകത്ത് 40 സത്യവിശ്വാസികൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ, 40 സത്യവിശ്വാസികൾ നമ്മുടെ ഖബറിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, അവർക്ക് തഖ്വയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണ് എന്നത് വളരെ ഗൗരവപൂർവ്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ ഈ നിമിഷം മരിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ 40 പേരെങ്കിലും ഉണ്ടാകുമോ എന്നത് വളരെ ഗൗരവത്തിലും ചിന്തായുക്തമായിക്കൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാനെങ്ങാനും ഈ നിമിഷം മരിച്ചു പോവുകയാണെങ്കിൽ പടച്ച റബ്ബേ, എനിക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാൻ എൻ്റെ ഭാര്യ ഉണ്ടാവുമോ, എൻ്റെ മക്കളുണ്ടാവുമോ? അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ദുനിയാവിൽ എന്താണ് ചെയ്തു വെച്ചത്? മതം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ദീൻ അവർക്ക് വേണ്ടി ആയത്തിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മകനെ കാണുന്നില്ല, എൻ്റെ മകനെ കാണാറില്ല. എൻ്റെ ഭാര്യ ഒരുപക്ഷെ ഉറങ്ങിയിട്ടുണ്ടാവും. ഏറെ നേരം വൈകി ഞാൻ വീട്ടിലേക്ക് കയറിയിട്ട് തിരിച്ച് രാവിലെ സുബഹിക്ക് മുൻപേ ഞാൻ തിരിച്ചെൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴും ഒരു ദിവസമെങ്കിലും ഞാൻ അവരുടെ കൂടെ ഒന്ന് ഇരുന്നിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ വീട്ടിലെ ഒരു തീന്മേശയ്ക്ക് ചുറ്റും ഒന്ന് വട്ടത്തിലിരുന്ന് ദീൻ അല്പസമയം ഒന്ന് സംസാരിക്കാനും ആ ദീൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതെന്നും വീട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പ്രിയമുള്ള വിശ്വാസികളെ, പ്രിയമുള്ള വിശ്വാസിനികളെ നാം ഓരോരുത്തരുമാണ്. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കലാലയങ്ങളിലൊക്കെ മതസ്പർദ്ധ പരന്നുകൊണ്ടിരിക്കുന്നത്, മതനിന്ദ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത പ്രചരിച്ചത്. ആ വാർത്ത ഇങ്ങനെയാണ്: 2 പെൺകുട്ടികൾ അവർ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് മതമാണോ അതോ സയൻസ് ആണോ, അല്ലെങ്കിൽ ഈ മതമാണോ ഈ പ്രപഞ്ചമാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം ഒന്ന് മാത്രമുള്ളൂ: സയൻസ് ആണ് ഈ ലോകത്ത് ഏറ്റവും വലുത്. മതം എന്ന് പറയുന്നത് ഒരിക്കലും വലുതല്ല. ദൈവമുണ്ടോ ദൈവമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ദൈവമില്ല. പിന്നെ എങ്ങനെ ഈ ഭൂമി ഉണ്ടായി? ഈ ലോകത്തെ ഓരോ ചരാചരങ്ങളും എങ്ങനെ വളർന്നു വന്നു? അതൊക്കെ ഒരു പൊട്ടിത്തെറിയിലൂടെ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായ സ്പാർക്കിലൂടെ ആരൊക്കെയോ വളർത്തിയെടുത്തതാണ് ഈ ലോകത്തെ ഓരോ സൃഷ്ടികളും, അല്ലെങ്കിൽ മനുഷ്യനുണ്ടാക്കിയതാണ് ഈ ഭൂമിയിലെ എല്ലാം എന്ന് പറയുന്ന കലാലയങ്ങളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എവിടെ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ കിട്ടുന്നത്? നമ്മുടെ വീടകങ്ങളിൽ നിന്നും ദീൻ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ ഉത്തമമായ വലിയ അപരാധം മാത്രമാണ് ഇതെന്നാണ് ഓരോ വിശ്വാസിനികളോടും പറയാനുള്ളത്. രണ്ടാമതായിട്ട് അള്ളാഹു പറയുന്നു, ലഹുവൻ, ഈ ഭൂമി അല്ലെങ്കിൽ ഈ ലോകം എന്ന് പറയുന്നത് ലൈബുൻ ലഹുവും മാത്രമാണ്, കളിയും വിനോദവും മാത്രമാണ്.
ബാക്കി ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് തൊഴിൽ ചെയ്യണം, നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണം, എല്ലാം വേണം. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ദിവസത്തിൽ ഒരു സമയമെങ്കിലും എൻ്റെ ദീനിനു വേണ്ടി ഞാൻ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് ഏറ്റവും വലിയ ഹതഭാഗ്യരിൽ ഞാനും നിങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്ന വിനോദം എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ പിടിച്ചാൽ കിട്ടാത്ത പ്രായമാണ് കൗമാരം. നമ്മളെല്ലാവരും അതിൽ നിന്നും കടന്നു വന്നവരാണ്. ആ കൗമാര ആ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത് അവരുടെ കൂട്ടുകാരോടൊത്താണ്. അവരോട് നിന്റെ വീട്ടിൽ നിന്നും നിനക്ക് പറയാൻ കഴിയാത്ത പലതും അവരുടെ സൗഹൃദങ്ങളിലൂടെയാണ് അവർ കണ്ടെത്തുന്നത്. അവരുടെ സന്തോഷങ്ങൾ അത്രയും അവർ കണ്ടെത്തുന്നത് അവർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന അവരുടെ കൂട്ടുകാരോടൊത്താണ്. നിന്റെ വാപ്പാനും നിന്റെ ഉമ്മാനും നിനക്ക് ഏറ്റവും ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ പല വിദ്യാർത്ഥികളും ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് അവരെക്കാൾ ഇഷ്ടം എൻ്റെ പെൺസുഹൃത്തിനെയാണ്. ആൺസുഹൃത്തുക്കൾ പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പെൺസുഹൃത്തിനെയാണ്. പെൺസുഹൃത്ത് പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ആൺസുഹൃത്തിനെയാണ്. കാരണം എന്തെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയുന്നു എൻ്റെ സമാധാനവും എൻ്റെ സന്തോഷങ്ങളുമൊക്കെ കേൾക്കാൻ അവർ മാത്രമുള്ളൂ. നമ്മളൊന്ന് ഗൗരവത്തിൽ ആലോചിച്ച് നോക്കാം. നമ്മൾ വീട്ടിലില്ലാതിരുന്നത് കൊണ്ട് ഒരു ദീനിൻ്റെ വലിയൊരു ഘടകം നമ്മളവിടെ മാറ്റി വെക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, മദ്രസ പ്രായം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ദീൻ എത്തണില്ല. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അവർക്ക് ഈ ദുനിയാവ് മാത്രമല്ല ഉള്ളൂ. ഒരു വാപ്പ പങ്കുവെച്ച അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ മോന്, നിങ്ങളുടെ മോൻ എന്താണ്, എന്തെങ്കിലും ഓന് ഒന്ന് സന്തോഷം കണ്ടെത്താൻ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അവന് നൽകിക്കൂടെ എന്ന് ചോദിച്ചപ്പം ആ വാപ്പ പറഞ്ഞത് ഓൻ്റെ മതം, എനിക്ക് എൻ്റെ മതം, ഓൻ്റെ വഴിയിലൂടെ പോയിക്കോട്ടെ, ഞാൻ എൻ്റെ വഴിയിലൂടെ പോയിക്കോട്ടെ എന്ന് പറയുന്ന മാതാപിതാക്കളും മക്കളും, തിരിച്ചു മക്കളും ഉള്ള ഒരു കാലഘട്ടത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിനൊരു മാറ്റം വരണം. ആ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീടകങ്ങൾ ഒരു സ്വർഗം പോലെ ആവണം. നമ്മുടെ മക്കള് അവർ കണ്ടെത്തുന്ന സൗഹൃദങ്ങളെക്കാളും അവർക്ക് സ്നേഹം നമ്മുടെ വീട്ടിലുള്ള എൻ്റെ വാപ്പാനിൻ്റെ ഉമ്മാനെ ആവണം. ആ വാപ്പി ഇമ്മി മരിച്ചു കിടക്കുമ്പം പടച്ച തമ്പുരാനെ എൻ്റെ വാപ്പാക്കും എൻ്റെ ഉമ്മാക്കും നീ സ്വർഗം നൽകണേ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്ന മക്കളാവണം. മരിച്ചു കാലം ഒരുപാട് കഴിഞ്ഞാലും ആ വാപ്പാനും ആ ഉമ്മാനെയും ഓർക്കുന്ന മക്കളാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ മതം വളരുള്ളൂ, നമ്മുടെ വീടകങ്ങൾ സമാധാനമുള്ളൂ. സമാധാനം കണ്ടെത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ്. സമ്പത്തിന് പിന്നാലെയും സ്വത്തുക്കളെ പിന്നാലൊക്കെ പോകുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ യഥാർത്ഥ സമാധാനം കണ്ടെത്തുക എന്ന് പറയുന്നത് മസ്കനിൽ നിന്നാണ്. മസ്കൻ എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം. ആ വാക്കിന് വല്ലാത്തൊരർത്ഥമുണ്ട്. സമാധാന ഗേഹം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മസ്കൻ, സക്കീൻ എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടുന്ന സ്ഥലം. ആ സമാധാനം കിട്ടുന്ന സ്ഥലം നമ്മുടെ മുമ്പിലുണ്ടായിട്ട്, നമ്മുടെ കൈവെള്ളയിൽ ഉണ്ടായിട്ട് നമ്മളത് മാറ്റി നിർത്തി നമ്മൾ വേറെ ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതം സ്വയം മാറ്റിവെച്ച് നമുക്ക് നമ്മുടെ സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ മക്കൾക്ക് സന്തോഷം ഉണ്ടായിക്കോട്ടെ കരുതിയാണ്ട് പല അറേബ്യൻ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എൻ്റെ മോൻ യഥാർത്ഥത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് എവിടെയാണ്, അവൻ്റെ സന്തോഷം ഏതൊക്കെ രൂപത്തിലാണ് എന്ന് മനസ്സിരുത്തി അറിയേണ്ട ആളുകളാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ആ മസ്കൻ്റെ ആളുകളാവുന്നത്. മൂന്നാമതായിട്ട് അള്ളാഹു സൂചിപ്പിക്കുന്നത് സീനത്ത്. ഈ ലോകം എന്ന് പറഞ്ഞ സീനത്താണ്, അലങ്കാരമാണ്. നമ്മളൊക്കെ അലങ്കാരത്തിൻ്റെ പിന്നാലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഞാനൊരു വസ്ത്രം വാങ്ങുമ്പോൾ അപരൻ്റെ അല്ലെങ്കിൽ എൻ്റെ അയൽവാസിയുടെ വസ്ത്രത്തെക്കാൾ മുന്തിയതാവണം എൻ്റെ വസ്ത്രം. നമ്മുടെ വിദ്യാർത്ഥികൾ പോകുന്ന കലാലയങ്ങളിലൊക്കെ അവർക്കുള്ള സംസാരങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ധരിക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ ഞാൻ എന്താണ് അവനേക്കാൾ വളരണം, അവൻ്റെ മുമ്പിൽ ഞാനാണ് ഏറ്റവും വലുത് എന്ന് എനിക്ക് തോന്നിക്കണം. ഒരു പക്ഷേ എൻ്റെ വീട്ടിൽ ദാരിദ്ര്യം കൊണ്ട് ഇന്നലെ പോലും ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളുണ്ടായിരിക്കാം. പക്ഷെ അവൻ്റെ മുമ്പിൽ അവനേക്കാൾ ഒരു പടി മുന്തിയത് ഞാൻ തന്നെ ആവണം എന്ന അഹംഭാവം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊക്കെ അത്തരത്തിൽപ്പെട്ട ആളുകളാണോ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കുക. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ പോകുമ്പം ആ ജോലി സ്ഥലങ്ങളിൽ എൻ്റെ സഹപ്രവർത്തകർ എപ്പോഴും പറയണം, എൻ്റെ യജമാനനാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല ഉദാരനായ മനുഷ്യൻ. അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ? അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അവൻ മതത്തിൽപ്പെട്ട ആളല്ല. അസൂയയുടെ ഒരു കണികയുണ്ടോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞ മതത്തിൽ നിന്നും നമ്മളൊക്കെ എത്രമാത്രം വ്യതിചലിച്ചു എന്നത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. നാലാമതായിട്ട് അള്ളാഹു ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്, തഫാഹുർ. എന്താണ് തഫാഹുർ? തഫാഹുർ എന്ന് പറഞ്ഞാൽ ദുരഭിമാനം. അഭിമാനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ദുരഭിമാനം എന്ന് പറയുന്നത്. എൻ്റെ അഭിമാനത്തെ ഞാൻ ഇങ്ങനെ മുൻതൂക്കി കൊണ്ടുപോയി അവസാനം എൻ്റെ വീട് വലുതായി,
പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നെട്ടോട്ട് ഓടി ഓടി അവസാനം എൻ്റെ വീട് വലുതായി, എൻ്റെ ജോലി ഏറ്റവും ഉയർന്ന ജോലിയായി. ദിവസ വരുമാനവും മാസ വരുമാനവും വർഷ വരുമാനമൊക്കെ മറ്റുള്ളവരെക്കാളും വലിയ വലിയ കോടികളും ലക്ഷങ്ങളും ഞാൻ സമ്പാദിച്ചു. എൻ്റെ സമ്പത്ത് മറ്റുള്ള ആളുകൾക്ക് മാതൃകയായിക്കൊണ്ടേയിരുന്നു. അവർ പറയും ഇന്ന ആൾ വലിയ സമ്പന്നനാണ്. അയാൾ ഒരു പാവപ്പെട്ട ആൾ എൻ്റെ മുമ്പിൽ വരുമ്പം അയാൾക്ക് പൈസ കൊടുക്കുന്നത് അയൽവാസി കാണണം. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ദുരഭിമാനത്തിൻ്റെ ചിന്തയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ വേണം പൈസ കൊടുക്കാൻ എന്നുള്ളത്. അത്രയും ഗൗരവത്തിൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടും നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് മറ്റുള്ളവൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ പൊസിഷനിൽ നിൽക്കണം, എൻ്റെ പൊസിഷൻ കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഉള്ളൂ, എൻ്റെ വീട്ടുകാരും എൻ്റെ കുടുംബവും എൻ്റെ പദവികളും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയെല്ലാം നോക്കുള്ളൂ എന്നുള്ള ഒരു ചിന്ത എത്ര കാലം നമ്മുടെ മനസ്സിലുണ്ടോ നമ്മൾ ദീനിന്ന് പതിയെ പതിയെ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ദീനൊക്കെ എവിടേക്കോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മതം വല്ല ചോർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ മതങ്ങൾ വല്ല വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഘട്ടമാണിപ്പം. കാരണം ഇസ്ലാമോഫോബിയ വളരെ ആഴത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എവിടെ പോയാലും കലാലയങ്ങളിൽ, ഞാൻ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതുകൊണ്ടാണ്, കലാലയങ്ങളിൽ ഏത് കലാലയങ്ങളിൽ പോകുമ്പോഴും ആ കലാലയങ്ങളിൽ ഒരാളെങ്കിലും ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുണ്ടാവും. ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞ സമാധാനം അല്ലട്ടോ എന്ന് പറഞ്ഞ് വരുത്തുകയാണ്. കാരണം എന്താ, ഇസ്ലാമിൽ സമാധാനം ഉണ്ടോ എന്ന് ചോദിച്ചൊരു വീഡിയോ, ഒരു സംസാരം നമ്മൾ മുൻപ് സോഷ്യൽ മീഡിയയിൽ കേട്ടതാണ്. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നുള്ളതാണ്. ആ ഇസ്ലാമിൽ സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് ഇസ്ലാമിനെ പൊളിച്ച് വിധി എഴുതാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ. ഖുർആൻ കൂട്ടിയിട്ട് കത്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്വീഡനിലെ ഒരു തെരുവീതിയിൽ ഖുർആൻ മുഴുവനും കൂട്ടിയിട്ട് കത്തിക്കുക. കാരണം ഇസ്ലാമിനെ അവർക്ക് മതസ്പർദ്ധ വരുത്തണം. അങ്ങനെ ഖുർആൻ മൊത്തം കത്തിച്ച കൂട്ടത്തിലും അവരറിഞ്ഞില്ല അള്ളാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനെയാണ് അവർ അപഹസിക്കുന്നത്. അങ്ങനെ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഇരട്ടിയോളം മദീനയിൽ നിന്നും തിരിച്ചവർക്ക് പ്രവഹിക്കുകയാണ്. ഇത്രമാത്രം എന്താണ് ഖുർആനിൽ. എന്നിട്ട് ഖുർആൻ വെല്ലുവിളിക്കുന്ന ഒരു വാചകമുണ്ട്, ഓക്കെ നിങ്ങൾ മതസ്പർദ്ധ നടത്തിക്കോളിയും ഇസ്ലാമിനെ വിമർശിച്ചോളിയും ഒക്കെ ചെയ്തോളിയും, എങ്കിൽ നിങ്ങൾ ഒരു സൂറത്തെങ്കിലും പകരം കൊണ്ടുവരൂ. ഇത്രയും കാലഘട്ടം 1400 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു വെല്ലുവിളിച്ച ആ വെല്ലുവിളി ഇന്നും ഒരാൾക്ക് പോലും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ഇന്നും ഒരാൾക്ക് മുമ്പിലും ഏറ്റെടുക്കാൻ കഴിയാത്ത ആ വെല്ലുവിളി ഇന്നും ഉയർന്നു നിൽക്കുന്നുണ്ട്. വേണ്ട, ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരണ്ട, ഒരു ആയത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ച വിശുദ്ധ ഖുർആനെയാണ് അവർ വിമർശിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിനെയാണ് അവർ വിമർശിക്കുന്നത്. അവർക്ക് മുമ്പിൽ ഞാനും നിങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത്, എൻ്റെ ഇസ്ലാമിൽ നിന്ന് ഞാൻ ഒരു അടി പോലും മാറൂല, എൻ്റെ മുടി ഇങ്ങനെ തന്നെ ഇക്കാരം, എൻ്റെ താടി ഇങ്ങനെ തന്നെ ഇക്കാരം, എൻ്റെ വേഷം ഇങ്ങനെ തന്നെ ഇക്കാരം. നിങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ ബസ് കിട്ടാത്ത ആളെന്ന് കളിയാക്കി പറഞ്ഞോളിയും, പക്ഷേ എൻ്റെ ഇസ്ലാം എന്താണോ പറയുന്നത്, എൻ്റെ പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കാനും അതുപോലെ ജീവിതത്തിൽ പകർത്താനും മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ സമയം കണ്ടെത്തൂ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു വെക്കേണ്ട കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, 5-ാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് തക്കാസുർ. തക്കാസുർ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? പെരുമ നടിക്കുക. സൂറത്തു തക്കാസുർ, ആ ഒരു സൂറത്ത്, ഖുർആനിൽ ഒരുപാട് സൂറത്തുകൾ ഉണ്ടായിട്ടും പെരുമ നടിക്കുക എന്നുള്ള പേരിൽ ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രമാത്രം ഗൗരവമുള്ള വിഷയങ്ങൾ. ഈ 5 വിഷയത്തിൽ അള്ളാഹു അവസാനമായിട്ട് പറഞ്ഞു നിർത്തുന്നത് തക്കാസുർ എന്ന വാക്കാണ്. നമ്മുടെ പ്രായം, നമ്മുടെ മക്കള്, നമ്മുടെ ലോകം, ഈ ലോകമൊക്കെ എന്താണ്, പെരുമ നടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മകാബിർ തുടങ്ങിയ ആയത്തുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളും നമ്മുടെ വീടങ്ങളിലെ നമ്മുടെ ഉമ്മമാരും നമ്മുടെ എല്ലാവരും നമ്മൾ അർഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന പല ആളുകളും ഇത്തരം ദീനിൽ നിന്ന് ഇങ്ങനെ അകന്നു പോവാണ്. ഒരു ലോകം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. ആ ലോകം പരലോകമാണ്. ചില ആളുകൾ ഇന്ന് പറയുന്നുണ്ട് പരലോകത്തിലാണോ, പരലോകത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കല്ലേ. ഇതൊക്കെ എന്താണ്, നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ സ്കൂളുകളിൽ വരെ, ചെറിയ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ വരെ എന്താണ് ജനറൽ ന്യൂട്രാലിറ്റി, എന്താണ് ഈ പറയുന്ന ഇസ്ലാമോഫോബിയ എന്നൊക്കെ അവിടെ വരെ ചർച്ചകളായിട്ടുണ്ട്. 9-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളൊരു വിഷയമാണ് ജനറൽ ന്യൂട്രാലിറ്റി. പണ്ട് കാലത്ത് ഇതൊക്കെ മിമ്പറിൽ നിന്ന് പറയുക എന്ന് പറയുന്നത് വലിയൊരു അപമാനമായിട്ട് കൊണ്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് തൗഹീദ് മാത്രമേ പറയാനുള്ളൂ. അന്ന് മിമ്പറുകളൊക്കെ ചർച്ച ചെയ്യാനുള്ളത് തൗഹീദ് മാത്രമേ ഉള്ളൂ. ആ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ്.
ഇന്ന് തൗഹീദിനോടൊപ്പം ഇസ്ലാമോഫോബിയ എന്താണെന്നും അതിൻ്റെ പരിണിത ഫലങ്ങളും അതിൻ്റെ ദൂഷ്യഫലങ്ങളും എന്താന്ന് വളരെ ഗൗരവത്തിൽ പറയേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം നമ്മളെ മക്കള് സുബഹി നിസ്കരിക്കണില്ല. അവർ ദുഹറിനും അസറിനും സ്കൂളിലാണ്. അവർ തിരിച്ചു വന്നിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ഒരു 4 റക്അത്ത് ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാൻ അവർ തയ്യാറാവുന്നില്ല. മഗ്‌രിബ് നിസ്കാരം വളരെ കുറഞ്ഞ സമയമുള്ളൂ, പക്ഷെ അവർ നിസ്കാരത്തിന് സമയം കണ്ടെത്തണില്ല. അവരുടെ ഇശാ നിസ്കാരമൊക്കെ എവിടേക്കോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരു സുഹൃത്ത് പങ്കുവെച്ചൊരു കഥ ഉണ്ട്. അവന് വലിയൊരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ കോളേജിൽ അവൻ്റെ റൂമിലുള്ള കൂട്ടുകാരൊക്കെ മദ്യം ഉപയോഗിക്കുന്ന ആളുകളാണ്. മദ്യം ഉപയോഗിച്ച് ലഹരിയുടെ അങ്ങേ തലക്കലെത്തി നിൽക്കുന്ന ആളുകളാണ്. ആ സുഹൃത്തുക്കൾക്കിടയിൽ അവനിങ്ങനെ ജീവിച്ച് വളർന്നു വരികയാണ്. ആ സമയത്ത് ഓരോ ദിവസം മഗ്‌രിബിൻ്റെ സമയമായാൽ അവൻ്റെ റൂമിൽ പോയിട്ട് നിസ്കരിക്കുകയാണ്. അവനോട് ഈ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, എടാ ഈ ലഹരിൻ്റെ ഒരു അംശം ഒന്ന് നുണഞ്ഞു നോക്ക്, നിന്റെ ജീവിതത്തിൽ നീ പോലും അറിയാതെ സന്തോഷം ഉണ്ടാവും, നീ പോലും അറിയാതെ സന്തോഷവും ആനന്ദവും ഉണ്ടാവും. നീ ഇങ്ങനെ നിസ്കരിച്ച് വലിയ മുത്തക്കായിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ലടാ, നീ കുറച്ച് ആനന്ദിക്ക്, നീ ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും സമയം കണ്ടെത്തുക എന്ന സുഹൃത്തിനോട് പറഞ്ഞ സമയത്ത് അവൻ പറഞ്ഞു, എനിക്ക് കുറഞ്ഞ സമയമുള്ളൂ, ഞാനൊന്ന് നിസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ നിസ്കരിക്കാൻ പോയി. പിന്നീട് ഇത് ദിവസം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സുഹൃത്തുക്കൾക്ക് എന്താണ് അവൻ ചെയ്യുന്നത്? ഞങ്ങളൊന്നും ഇന്ന് വരെ നിസ്കരിക്കുന്നില്ലല്ലോ, ഞങ്ങളുടെ പേരിൻ്റെ അവസാനം മുഹമ്മദ്, അഹമ്മദ് ഈ പേരുകളൊക്കെ ഉണ്ട്. എല്ലാ പേരുണ്ടായിട്ടും ഞാൻ മുസ്ലിമായിട്ടും ഞാനിത്ര ആത്മാർത്ഥമായിട്ടും നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന ബോധ്യത്തോടു കൂടി ആ സുഹൃത്തിൻ്റെ പിന്നിൽ പോയി നോക്കുകയാണ്. ആ സുഹൃത്ത് ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കുന്നുണ്ട്. അവൻ്റെ നിസ്കാരത്തിൻ്റെ അവസാനം അവൻ്റെ കണ്ണുനീരുകൾ വരുന്നുണ്ട്. അവൻ പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുക. പടച്ചോനെ, ഞാൻ അറിയാതെ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, എൻ്റെ പാപങ്ങളൊക്കെ നീ എനിക്ക് പുറത്തു തരണേന്ന് പറഞ്ഞ് നമസ്കാരത്തിൽ പോലും വിതുമ്പി കരയാ. ഈ സുഹൃത്തുക്കൾക്ക് തോന്നാണ്, ഇത്രമാത്രം നമ്മളൊന്നും നേരിട്ട് കാണാത്ത ഒരു ശക്തിയോട് അവൻ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ ആ സുഹൃത്തിൻ്റെ പിന്നിൽ ഇവരും വന്ന് നിസ്കരിച്ചു എന്നാണ്. പിൽക്കാലത്ത് അവർ നിസ്കാരത്തിൻ്റെ ബാക്കിയായിട്ട് ഇങ്ങനെ നിസ്കാരം തുടർന്നു പോയി. അവരുടെ ലഹരിയും അവരുടെ ജനറൽ പൊളിറ്റിക്സും ഒക്കെ അവർ മാറ്റിവെച്ചു. അവർ നിസ്കാരത്തിന് വേണ്ടി സമയം കണ്ടെത്തി. എവിടെ നിന്നത് തുടങ്ങിയത്? ഒരു ഈമാൻ്റെ ചെറിയൊരു അംശം. ആ വിദ്യാർത്ഥി അവൻ്റെ ഈമാൻ നഷ്ടപ്പെടുത്താതെ അവൻ നിസ്കരിക്കുന്നത് കണ്ടിട്ട് പിന്നിൽ സ്വന്തം തെറ്റുകുറ്റങ്ങളെ മറന്നുകൊണ്ട് അവരും നിസ്കരിക്കാൻ തുടങ്ങി. ഇന്ന് ആ സുഹൃത്തുക്കളൊക്കെ ഒരു പക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ സുഹൃത്ത് എത്ര കാലം അവൻ മരിച്ച് അവൻ്റെ ഖബറിൽ ഇങ്ങനെ പോവുകയാണെങ്കിലും എത്ര കാലം അവർ നിസ്കരിക്കുന്നുണ്ടോ, അവരെന്തൊക്കെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ നന്മകൾ ചെയ്യുന്നുണ്ടോ ആ നന്മകളൊക്കെ ഒരു വലിയൊരു പങ്ക് ഈ സുഹൃത്തിൻ്റെ ഖബറിലേക്ക് വരിക. അതിനാണ് ജാരിയായ സ്വതക്ക എന്ന് പറയാം. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ നന്മ കൊണ്ട്, നമ്മൾ പോലും അറിയാതെ ചെയ്ത നന്മ, നമ്മളിങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പം അവിടെ ഒരു കല്ല് കണ്ടു, ഒരു മുള്ള് കണ്ടു, ആരെങ്കിലും അതിൽ തട്ടി വീഴാൻ സാധ്യതയുണ്ട്, ആർക്കെങ്കിലും അതൊരു മുറിവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ആ വഴിയിൽ നിന്നും നീക്കം ചെയ്തു. ഇസ്ലാമിൽ ഏറ്റവും ചെറിയ നന്മ ആണ് അത് സൂചിപ്പിക്കണം. ആ നന്മ ഞാനത് ചെയ്തു, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ പോണ സമയത്ത് അറിയാതെ ആ കല്ല് നീക്കിയതാണ്. സ്വാഭാവികമായിട്ടും അവൻ സ്വർഗത്തിലെത്തുമ്പം അവന് വലിയതാക്കി ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളും നന്മകളും ഇങ്ങനെ അവിടെ പ്രദർശിപ്പിക്കും. ആ സമയത്ത് അവൻ്റെ നന്മകൾ പ്രദർശിപ്പിക്കുന്ന കൂട്ടത്തിൽ അവൻ്റെ മീസാൻ കല്ലിൽ, അവൻ്റെ തുലാസിൽ നന്മകളുടെ ഭാണ്ഡക്കെട്ടുമായിട്ടായിരിക്കും ഒരു പക്ഷേ അവനെത്തുക. കാരണം എന്താണ്? അവൻ അറിഞ്ഞിട്ടില്ല, അവൻ എന്തൊക്കെയാണ് ചെയ്തത് അറിയില്ല. അവൻ ഓരോ എല്ലാ ദിവസവും നിസ്കരിക്കുന്നുണ്ട്. അവന് തോന്നുന്ന സമയങ്ങളിലൊക്കെ നോമ്പ് നോക്കാനുള്ള ദിവസങ്ങളിലൊക്കെ നോമ്പ് നോക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അറിയാതെ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും, അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ തെറ്റിൻ്റെ അവസാന വേളയിൽ പോലും പടച്ചോനെ, ഞാനത് ചെയ്തു പോയിട്ടോ, പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ ഞാനും അകപ്പെട്ടു പോയിട്ടോ, പടച്ചോനെ എന്നോട് പുറത്തു തരണേ പടച്ചോനെ, ആത്മാർത്ഥമായിട്ട് അവൻ്റെ ഉൾവിചാരങ്ങളിൽ നിന്ന് ഒരു പ്രാർത്ഥന വന്നിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് അവൻ്റെ ഖബറിൽ ഏറ്റവും കൂടുതൽ തൂങ്ങുന്നത് നന്മയായിരിക്കും എന്നുള്ളതാണ്. എല്ലാ പാപവും, ഉഹുദ് മലയോളം പാപം ചെയ്തിട്ടുണ്ടോ, ഹിമാലയ പർവ്വതത്തോളം ഒരാൾ പാപം ചെയ്തിട്ടുണ്ടോ, അവസാന നിമിഷം അയാളൊന്ന് ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി, അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ മതി, തഖ്വയും ഈമാനും കൊണ്ട് ജീവിച്ചാൽ മതി. എല്ലാത്തിനും പരിഹാരമുണ്ട്. ഈ ലോകം ഒരു പക്ഷേ നമുക്ക് വല്ലാത്ത സങ്കടം തന്നേക്കാം, ഈ ലോകത്ത് ഒരു പക്ഷേ നമുക്കെല്ലാം നഷ്ടപ്പെട്ടേക്കാം, കൂട്ടുകാരെ നഷ്ടപ്പെട്ടേക്കാം, സൗഹൃദങ്ങളൊക്കെ നഷ്ടപ്പെട്ടേക്കാം, കുടുംബം നഷ്ടപ്പെട്ടേക്കാം.
എല്ലാവരും നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ നാളെ വരുന്ന പരലോകം എന്ന് പറഞ്ഞൊരു ലോകമുണ്ട്. ആ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ നന്മയുടെ കൂട്ടത്തിൽ, നന്മ ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ നാളെ ഒന്നാം സ്ഥാനത്ത് പ്രവാചകന്റെ കയ്യും പിടിച്ച് നടക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യമുണ്ട്. അതൊരു പക്ഷേ ഇന്നത്തെ സമൂഹം അതിനെ ലജ്ജിച്ചേക്കാം, ഇന്നത്തെ സമൂഹം അതിനെ മാറ്റി നിർത്തിയേക്കാം. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം, പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ നമ്മളെ വീടുകളിൽ നിന്ന് നമ്മളെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മോനെ മോളെ, നാളെ ഇങ്ങനെ ഒരു ലോകം വരാണ്ട് കേട്ടോ. ഇജ് മദ്രസയിൽ നിന്ന് പഠിച്ചതല്ലേ, ഇജ് കുറേ കാലം പഠിച്ചതല്ലേ, അനക്കറിയില്ലേ? ഇജൊരു തിന്മയിലേക്ക് ഇങ്ങനെ പോകുമ്പം അറിയാതെ ആയിരിക്കും പോകുമ്പോൾ എനിക്ക് തോന്നണം കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ റബ്ബ് ഉണ്ട് കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ റബ്ബ് എപ്പോഴും ഉണ്ട് കേട്ടോ എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട മോളെ, നിന്റെ ജീവിതത്തിൽ ആ തെറ്റൊരിക്കലും ഉണ്ടാവില്ല കേട്ടോ. നീ ഒരു പക്ഷേ നന്മ ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ എനിക്കിത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നീ മുഖം ചുളിച്ചിട്ടാണ് തിരിഞ്ഞ് നടക്കണത് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട മോളെ, നീ ചിന്തിക്കണം കേട്ടോ. ആ ഒരു നന്മ മാത്രം മതിയാകും നാളെ നിന്റെ സ്വർഗത്തിൽ നിനക്ക് ഏറ്റവും ഉന്നത സ്ഥാനം കിട്ടാൻ. പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട മോളെ, നിന്റെ വഴികളിൽ ഉടനീളം ഇസ്ലാം ആയിരിക്കണം കേട്ടോ. പലരും നിന്നെ പലതും പറഞ്ഞ് മാറ്റിയേക്കാം, ദീനിൽ നിന്ന് അങ്ങേറ്റം വിമോചനത്തിന്റെ പാതയിലേക്ക് ഇങ്ങനെ തള്ളി നീക്കിയേക്കാം. പക്ഷെ പ്രിയപ്പെട്ട മോനെ, നിന്റെ ദീന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലും അടിയുറച്ചുള്ള ഇസ്ലാമിലും മാത്രം വിശ്വസിക്കുന്ന ഒരു ദീനായിട്ട് മാറണം കേട്ടോ പ്രിയപ്പെട്ട മോനെ മോളെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് എവിടുന്നാണ് കിട്ടുക? അത് കിട്ടേണ്ടത് ആദ്യമായിട്ടും ആത്മാർത്ഥമായിട്ടും അവസാനമായിട്ടും നമ്മുടെ വീടങ്ങളിൽ തന്നെയായിരിക്കണം. മദ്രസ നിന്ന് കിട്ടിക്കോളെന്ന് കരുതിയാണ്ട് ചെറിയ മക്കളെ മദ്രസകളിൽ വിടുന്നുണ്ടാവും. ആ മദ്രസ കഴിഞ്ഞാൽ അവർ പോകുന്ന സ്കൂളിൽ നിന്ന് അവർ പഠിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ് നമുക്കറിയാം. നമ്മുടെ വീടുകളിൽ അവർ അറിയാതെ ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന മോശം വാക്കുകളുണ്ട്. ഇത് കിട്ടുന്നത് എന്താണ്? അവരുടെ പൊതുസമൂഹത്തിൻ്റെ ഇടയിലാണ്. ചെറിയ മക്കളാണെങ്കിൽ പോലും ഞാനത് പറയൂലട്ടോ, ഞാനത് ചെയ്യൂലട്ടോ, അത് ചെയ്ത എൻ്റെ വാപ്പ പറഞ്ഞെന്നാണ്, അത് തെറ്റാണ് കേട്ടോ നിൻ്റെ വാപ്പ പറഞ്ഞു തന്നാണ് എന്ന് പറഞ്ഞ് തിരുത്തുന്ന ഒരു മകനോ മകളോ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നാളെ പരലോകത്ത് അവർ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു വാപ്പാക്കും ഉമ്മാക്കും കിട്ടുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് മക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ മകനും മകളും നമ്മൾ കാരണം ഓൻ്റെ വഴിയിൽ പോയിക്കോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പൊയ്ക്കോളാന്ന് പറഞ്ഞ് അവൻ്റെ വഴിയിലേക്കും ഞാൻ എൻ്റെ വഴിയിലും ഇങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് ആ ഒരു മകൻ നമുക്ക് വേണ്ടി എന്ത് സംസാരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം. ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം. നാളെ പരലോകത്തെത്തുമ്പം പടച്ചോനെ, എൻ്റെ വാപ്പനെ നോക്കിയില്ല, എൻ്റെ വാപ്പ ഇന്നോടും കാണുന്ന ആളുകളോടും പള്ളി കമ്മിറ്റിനോടും എല്ലാവരോടും പറഞ്ഞു ഓൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, ഓനെ ഞാൻ തിരിഞ്ഞു നോക്കൂല, ഓൻ്റെ തെറ്റുകളായിട്ട് അങ്ങനെ പോയിക്കോട്ടെ, അങ്ങനെ ഒരു മകനോ അങ്ങനെ ഒരു മകളോ എനിക്കില്ലാന്ന് ഞാനവിടെ വിചാരിച്ചു എന്ന് പറയുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്, വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. കാരണം അങ്ങനത്തെ ഒരു വിഷയം എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ, അറിയാതെ പോലും ഉണ്ടെങ്കിൽ, നമ്മുടെ മക്കളെ പതിയെ ദീനിലേക്ക് കൊണ്ടുവരണം. നമ്മളെ മക്കളെ പതിയെ ദീനിലേക്ക് കൊണ്ടുവരണം. പ്രിയപ്പെട്ട ഉമ്മമാരായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടങ്ങളിൽ ഉണ്ടാവുക. ആ ഉമ്മയാണ് ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ ജോലി, ഉമ്മ എന്ന് പറയുന്ന ജോലി. വീടങ്ങളിൽ നമുക്കിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ഒരുക്കി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം നമ്മളൊന്ന് സമാശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വീടിൻ്റെ അകത്തളത്തിൽ ആ വീടിൻ്റെ പുകയും ശ്വാസവും തിങ്ങി നിറഞ്ഞുകൊണ്ട് ആ ഉമ്മ അവിടെ ജീവിക്കുന്നുണ്ട്. ആ ജീവിതത്തെ നമ്മൾ ആരും മറന്നു പോകരുത്. ഉമ്മ എന്ന് പറയുന്ന ആത്മാർത്ഥമായിട്ട് ഉമ്മ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അറിയാം അതിൻ്റെ വേദന. വാപ്പ നഷ്ടപ്പെട്ടാലേ അറിയുള്ളൂ വാപ്പാൻ്റെ വേദന. ഒരു മകൻ നഷ്ടപ്പെട്ടാലേ അറിയുള്ളൂ മകൻ്റെ വേദന. ആ വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഒരു പക്ഷേ ഇന്നോ നാളൊക്കെ ആയിട്ട് വരും. ഞാനിപ്പം മരിക്കൂല, ഞാനൊരു 10 കൊല്ലം കഴിഞ്ഞിട്ടേ മരിക്കുള്ളൂ എന്നാണ് നമ്മൾ ചിന്ത എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എവിടേക്കോ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. എൻ്റെ ഇസ്ലാം പൂർണ്ണമായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ സ്വർഗ്ഗം ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. അവിടെ എനിക്കൊരു സീറ്റ് ഉറപ്പിച്ചതാണ്. ഏത് സമയത്താണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ ദീനിൽ നിന്നും മാറാൻ നമുക്ക് പറയാൻ കഴിയൂല. അത്രമാത്രം നമ്മളെ മുമ്പിൽ ഒരുപാട് തെളിവുകളുണ്ട്. ദീനെ അങ്ങേയറ്റം മുറുകെ പിടിച്ച് നല്ലൊരു ഭക്തനായിക്കൊണ്ട് ജീവിച്ച മക്കളൊക്കെ അല്ലെങ്കിൽ ആളുകളൊക്കെ എന്താണ് ഈ ദീനിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏത് സമയത്തും നമ്മളൊക്കെ ദീനിൽ നിന്നും വ്യതിചലിക്കാനും മാറ്റപ്പെടാനും എല്ലാ ചാൻസുകളും ഉണ്ട്. ആ ചാൻസുകളൊക്കെ മാറ്റി നിർത്തി എൻ്റെ വീടകങ്ങളിൽ നിന്ന് അവിടുന്ന് തുടങ്ങിയാൽ ഒരു മാറ്റം വരില്ല. അതൊരു അടിത്തറയാണ്.
ആ വീട് എന്ന് പറഞ്ഞത് ഉമ്മ ഒരു വാക്ക് പറഞ്ഞാൽ, വാപ്പൊരു വാക്ക് പറഞ്ഞാൽ, മക്കളൊരു വാക്ക് പറഞ്ഞാൽ ആ വീടൊരു സ്വർഗ്ഗമായി. അവിടെ സംസാരങ്ങൾ നടക്കണം, അവിടെ സൗഹൃദങ്ങൾ പങ്കുവെക്കണം. വാപ്പ നിങ്ങൾ കുറേ കാലമായിട്ട് സങ്കടങ്ങൾ സഹിക്കണ്ടല്ലേ, നിങ്ങൾ ഒരുപാട് വലിയ ജോലി ചെയ്യണില്ലേ, നിങ്ങളെ ചിലപ്പോൾ ഞാൻ വീട്ടിൽ വരുമ്പോൾ കാണുന്നില്ലല്ലോ, അപ്പം അത്രമാത്രം നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, പൈസ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ, സമ്പത്തോണ്ട് പ്രയാസം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ തയ്യാറാവണം. തിരിച്ച് അതേപോലെ വാപ്പ, മോനെ നിനക്ക് കുറേ പഠിക്കാനുണ്ടാവില്ലേ, ചിലപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തുമ്പം ഈ എൻ്റെ റൂമിലേക്കാരം ഈ പഠിക്കേക്കാരം, അല്ലെങ്കിൽ ഈ ഉറങ്ങിയിട്ടുണ്ടാവും, എനിക്ക് കുറേ പഠിക്കാണ്ടല്ലേ, എന്തൊക്കെയാണ് എൻ്റെ വിഷയങ്ങൾ, ഈ പോണ കലാലയങ്ങളിലും ഈ പോണ സ്കൂളിലും ഈ പഠിക്കുന്ന ഓരോ സ്ഥാപനങ്ങളിലും എന്തൊക്കെയാണ് ഇന്ന് നിൻ്റെ അനുഭവങ്ങൾ എന്ന് പങ്കുവെക്കാൻ ഒരു വാപ്പാക്ക് കഴിയുന്നിടത്തെ അവിടെ സ്വർഗ്ഗമാവുള്ളൂ, അതൊരു മസ്കനാവുള്ളൂ. തിരിച്ച് അതേപോലെ വാപ്പയും ഉമ്മയും മക്കളും അവിടെ എല്ലാം ഓരോരുത്തരും അതൊരു സ്വർഗ്ഗം മാറ്റുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ കലാലയത്ത് പോകുമ്പം വേറൊരു കുട്ടി അവനൊരു ലഹരി പദാർത്ഥം കൊടുക്കുമ്പം അവനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇസ്ലാമോഫോബിയ പറഞ്ഞു വരുത്തുമ്പം അവൻ പറയും, എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന 2 സ്വർഗ്ഗങ്ങളുണ്ട്, എൻ്റെ വാപ്പിയമ്മയും. ആ വാപ്പിയമ്മയും പറയുന്നതിനപ്പുറം ഞാനൊന്നും ചെയ്യൂല, എൻ്റെ ജീവിതം പരിപൂർണമാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാപ്പി എൻ്റെ അമ്മയും പഠിപ്പിച്ചതല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട. ഇത് പറയുന്ന പ്രിയപ്പെട്ട മക്കളുള്ള വാപ്പമാരും പ്രിയപ്പെട്ട മക്കളുള്ള ഉമ്മമാരും നമുക്കാവണം. ആ ഭാഗ്യം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ പണിയെടുക്കണം. നമ്മൾ ചെയ്യുന്ന വലിയ വലിയ ജോലികളും നമ്മൾ ബുദ്ധിമുട്ടുന്ന വലിയ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയമെങ്കിലും അവരോടൊത്ത് പങ്കുവെക്കാനും അവരോട് സംസാരിക്കാനും നമ്മൾ തയ്യാറാവണം. അങ്ങനെ തയ്യാറാവുമ്പോഴേ മരണം മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാതിരിക്കാൻ കഴിയുള്ളൂ. മരണം എപ്പോഴും നമ്മുടെ ചെരുപ്പിൻ്റെ വാറടിയേക്കാൾ അടുത്താണെന്ന് പറഞ്ഞത്. ആ മരണത്തെ മറന്ന് ജീവിക്കാത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല ഭക്തരായിക്കൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ മരണവും അതിൻ്റെ ഗൗരവവും അതുപോലെ സൂറത്തു കഹ്ഫിലെ വാക്കുകളും ഏറ്റവും വലിയ നഷ്ടക്കാരിൽപ്പെട്ട ആളുകളും ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഞാൻ ആ നഷ്ടക്കാരിൽ പെട്ടുകൂടാ. എന്തൊക്കെ കാരണങ്ങൾ വന്നാലും എന്തൊക്കെ തടസ്സങ്ങൾ എൻ്റെ മുമ്പിൽ വന്നാലും ഞാൻ അങ്ങേ തളർന്നു പോയാലും ഒരു പക്ഷേ അവസാന രംഗത്ത് മരണത്തിൻ്റെ പിടച്ചിലാണെങ്കിൽ പോലും എനിക്ക് പറയാൻ കഴിയണം, അല്ലെങ്കിൽ എന്നെ ചൂണ്ടിയിട്ട ആളുകൾക്ക് പറയാൻ കഴിയണം, ഓനെപ്പോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഓനൊരു റോൾ മോഡലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കുണ്ട്, വാപ്പാക്കും ഉമ്മാക്കൊക്കെ ഉണ്ട്. അതൊരു പ്രായം കഴിഞ്ഞിട്ട് വന്നോളും എന്ന് കരുതി നിൽക്കരുത്. ചെറുപ്പം മുതലേ നമ്മളെ മക്കളെ ശീലിപ്പിക്കേണ്ടതാണ്. നിസ്കരിക്കുക എന്നുള്ളത് 10 വയസ്സിൻ്റെ ശേഷം നമ്മൾ ശീലിപ്പിച്ചാൽ മതിയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നമ്മളെ കുട്ടികൾ, ചെറിയ മക്കൾ നമ്മൾ നിസ്കരിക്കുന്നതും നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും അത് കണ്ട് വളർന്നു വരുന്ന മക്കളാണ്. നമ്മളെന്ത് ചെയ്യും? നമ്മളെ കുട്ടികളോട് ഒരു ഫോൺ കോൾ വരുമ്പം മോനെ അതാരാ നോക്കുക എന്ന് പറയും. ആ ഫോൺ കോൾ എടുക്കുമ്പം അത് വേറൊരാൾ, അയാൾക്ക് നമ്മൾ പൈസ കടം കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ കടം കൊടുത്തത് തിരിച്ചു വാങ്ങാനുണ്ടാവും. ആ ഡേറ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമ്മളെ വിളിക്കുമ്പം നമ്മൾ അവനോട് പറയുന്ന അല്ലെങ്കിൽ അവളോട് പറയുന്ന ഒരു നുണ ഉണ്ട്. എടാ വാപ്പ അവിടെ അല്ലാന്ന് പറഞ്ഞു കൊടുത്തളട്ടോ എന്ന് പറയുമ്പം അതിൻ്റെ ഗൗരവം എന്താണ്? ആ കുട്ടി പഠിച്ചെടുക്കുക. ചെറിയ മകനും ചെറിയ മകളും അവൾ പഠിച്ചെടുക്കുക. വാപ്പ ചില കാര്യങ്ങൾക്കൊക്കെ നുണ പറയുന്നുണ്ട്, അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ ചെറിയ നുണകളൊക്കെ പറയുക. അത് ശീലിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് ആ കുട്ടി പഠിച്ചെടുക്കുക. നമ്മളെ വീടുകളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ ഒരു കയ്യിൽ ഫോണും വലത് കയ്യിൽ ഫോണും, അപ്പം അറിയാതെ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ കുട്ടി പഠിക്കും. ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചത് എന്താ? വലത് കൈ കൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കുക. അപ്പോൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാത്ത ഒരാളെ റസൂല് നിൻ്റെ കൈ നശിക്കട്ടെ എന്ന് പറഞ്ഞു, ആ വലത് കൈ നശിച്ചു പോയി. അതുപോലെ നമ്മളിങ്ങനെ പഠിച്ചിട്ടും വാപ്പ ചെയ്യണത് ഇടത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന മകനും ഇത് കാണുന്ന മകളും വിചാരിക്കുകയാണ് വാപ്പ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു, അപ്പോൾ വാപ്പാക്ക് അങ്ങനെയൊക്കെ പറ്റും, അപ്പം എനിക്ക് എന്തുകൊണ്ട് അത് പറ്റൂല? നമ്മളെ പ്രിയപ്പെട്ട ഉമ്മമാർ അവരുടെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്തണില്ല. അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് മക്കൾ വരികയാണ്, ഉമ്മ എനിക്ക് കുറേ പഠിക്കാനുണ്ട്, അപ്പോൾ ഈ ഒരു ഭാഗം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു വരുമ്പം ആ അമ്മ പറയാണ് എനിക്ക് സമയമില്ല, ഇതൊന്ന് പൊയ്ക്കാന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി മനസ്സിലാക്കണത് ഉമ്മാക്ക് എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
അപ്പോൾ ഇന്നോട് സംസാരിക്കാൻ, ഇന്ന സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിക്കാൻ ആ ഉമ്മ തയ്യാറാവുന്നില്ല. അമ്മക്ക് വേറെ എന്തൊക്കെയോ തിരക്കുണ്ട്. അപ്പം ഞാനും ഇതുപോലെ പഠിക്കണം എന്ന് ആ മക്കൾ പഠിക്കും. എന്നിട്ട് നമ്മളെ വേറെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കും. ഇതൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളെ മുമ്പിൽ ചെറിയ ചെറിയ കാരണങ്ങളെ ഉണ്ടാവുള്ളൂ. ഒരു പേന നിലത്ത് വീഴുമ്പോൾ അതെടുത്തിട്ട് ആ മോനെ നമുക്ക് എടുത്തു തരുമ്പം ശുക്രൻ ജസാക്കല്ലാ എന്ന് പറയാൻ നമുക്ക് കഴിയണില്ലെങ്കിൽ, നന്ദി എന്ന് പറയാൻ നമുക്ക് കഴിയണില്ലെങ്കിൽ ആ കുട്ടി പഠിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു സഹായം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ ചെയ്തതിന് നന്ദി കാണിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് ആ കുട്ടി പഠിക്കുകയാണ്. തൻ്റെ സുഹൃത്ത് ഓരോ ദിവസം പട്ടിണി കിടക്കുകയാണ്. ആ സമയത്ത് ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ സുഹൃത്തിന് കൊടുക്കണോ വേണ്ടേ എന്നുള്ള പഠിക്കണത് ആ കുട്ടി നമ്മുടെ വീടങ്ങളിൽ നിന്നാണ്. ഈ വിശ്വാസം, ഈ ആത്മാർത്ഥമായ ഈമാനും ഈ ആത്മാർത്ഥമായ തഖ്വയൊക്കെ ആ കുട്ടിക്ക് വരെ ഇവിടുന്ന നമ്മളെ വീടങ്ങളിലാണ്. അതിന് അറബി കോളേജിൽ പഠിക്കണം എന്നില്ല, അതിന് അറബി മാത്രം പഠിക്കണം എന്നില്ല, അതിന് ദീനീ സ്ഥാപനങ്ങളിൽ മാത്രം പഠിക്കണം എന്നില്ല. ആത്മാർത്ഥമായിട്ട് ഏതൊരു സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണെങ്കിലും അവന് ദീനിയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം. അവൻ വിചാരിക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ വീടങ്ങളിലുള്ള ആളുകൾ തന്നെ വിചാരിക്കണം, അവൻ്റെ വാപ്പിമ്യം തന്നെ വിചാരിക്കണം. അതിന് കൂടിയിരുത്തങ്ങൾ അനിവാര്യമാണ്, അതിന് ചേർത്ത് പിടിക്കൽ അനിവാര്യമാണ്. അതൊന്നുമില്ലെങ്കിൽ നാളെ ഖബറിലെത്തുമ്പോൾ നമ്മളൊക്കെ വല്ലാതെ ഒറ്റപ്പെട്ടു പോകും. നമുക്കൊരു പക്ഷേ അവിടെ എല്ലാവരും ഉണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, നമ്മളെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അതിഥികളായി വരുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഒറ്റക്കാവുന്നൊരു രംഗമുണ്ട്. ആ ഖബറിൽ എനിക്ക് കൂട്ടുകിടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഭാര്യ ഉണ്ടാവില്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഭർത്താവ് ഉണ്ടാവില്ല, ഞാൻ അങ്ങേയറ്റം സ്നേഹം കൊണ്ട് തുളുമ്പിയ സ്നേഹം കൊടുത്ത എൻ്റെ മക്കളവിടെ ഉണ്ടാവില്ല. കാരണം ഞാൻ ഒറ്റക്കായിരിക്കും. ആ ഒറ്റക്കുള്ള ജീവിതത്തിലും ഇരുട്ട് മാത്രമായിരിക്കും. പക്ഷെ ആ ഇരുട്ടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് രണ്ട് വാതിലിൽ ഏതെങ്കിലും ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറക്കപ്പെടും. ഒന്നെങ്കിൽ അത് സ്വർഗത്തിൻ്റെ വാതിലായിരിക്കും, അല്ലെങ്കിൽ അത് നരകത്തിൻ്റെ വാതിലായിരിക്കും. ആ തുറക്കപ്പെടുന്നതെങ്ങാനും ഓരോ രാവിലെയും ഓരോ വൈകുന്നേരവും നരകത്തിൻ്റെ വാതിലാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അവിടെ കറുത്ത മലക്കുകൾ വന്നിട്ട് ക്രൂരമായിട്ട് നമ്മളെ അടിച്ചമർത്തുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കാം. അതിപ്പോൾ ആലോചിച്ചാലേ നാളേക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കാൻ കഴിയുള്ളൂ. അതേപോലെ അവിടെ എനിക്ക് തുറക്കപ്പെടുന്നത് സ്വർഗത്തിൻ്റെ വാതിലാകണം എന്നുണ്ടെങ്കിൽ അതിന് പണിയെടുക്കട്ടെ, നാളെ ആവട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യാൻ പറ്റൂല. ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ അതിന് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫലം കാണും. അത് അള്ളാഹുവിൻ്റെ വാക്കാണ്, അള്ളാഹിൻ്റെ കലാമാണ്. ബാക്കിയുള്ള ആര് പറഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള ലോകം ഉണ്ടാവും. ശരി തന്നെ, നമുക്കും നമ്മുടെ ലോകങ്ങളും നമ്മുടെ തിരക്കുകളും നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാവും. ആ സമയത്തിൻ്റെ ഇടയിൽ അല്പം സമയമെങ്കിലും ദീനിന് വേണ്ടിയിട്ട്, മതത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ഖബറിന് വേണ്ടിയിട്ട്, എൻ്റെ സ്വർഗം കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടില്ലെങ്കിൽ അവിടെ നഷ്ടക്കാരായി വരിക ഞാനും നിങ്ങളും മാത്രമായിരിക്കും. അതാണ് ആദ്യമായിട്ട് നമ്മൾ ഓതി വെച്ച ആയത്തുകൾ. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അക്സരീന അമാല അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനാ. നബിയെ പറഞ്ഞു കൊടുക്കുക, കർമ്മങ്ങളിൽ ഏറ്റവും നഷ്ടക്കാരായി വരുന്ന ആളുകൾ ആരാന്ന് നിനക്കറിയോ? എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുക, ഐഹിക ജീവിതത്തിലെ തൻ്റെ പ്രയത്നം പിഴച്ചു പോയവരത്ര അവർ. ഈ ലോകത്ത് അവർ കുറേ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ചെയ്തതിനൊന്നും അവർക്ക് ഫലം ഉണ്ടാവില്ല, അതിലൊക്കെ അവർ നഷ്ടക്കാരായിരിക്കും. എന്നിട്ട് അവരെന്താണ്, നല്ല പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തത് ഏറ്റവും മുന്തിയ കാര്യങ്ങളാണ് സ്വയം വിശ്വസിക്കുന്ന വിഡ്ഢികളായി തീരുകയാണ് അവർ. എങ്ങനെയാണ് അവർക്കിത് തോന്നണത്? അത് ഗൗരവത്തിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഒരു പക്ഷേ ആ ചിന്തയിൽ നമ്മളുടെ പേരും അറിയാതെ വന്നിട്ടുണ്ടാവും. ആ പട്ടികയിൽ, ആ നഷ്ടക്കാരുടെ പട്ടികയിൽ ഒരു പക്ഷേ 1, 2, 3 സ്ഥാനങ്ങളിൽ ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ടായിരിക്കും ഈ അവസാനത്തെ നിമിഷം വരെ. പക്ഷേ ഇനിയും നമുക്ക് മാറ്റങ്ങളുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. തൗബ നമ്മുടെ മുന്നിൽ സദാസമയം തുറന്നു വെക്കപ്പെടുകയാണ്. അള്ളാഹുവിനോട് സംസാരിക്കാനും അള്ളാഹിനോട് പ്രാർത്ഥിക്കാനും എനിക്ക് വേറൊരു സമയം, നമസ്കാരത്തിൻ്റെ സമയം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കേണ്ട ആവശ്യമല്ല. ഏത് സമയത്തും ഞാൻ എത്ര വലിയ കടത്തിലും എത്ര വലിയ പ്രയാസത്തിലാവുമ്പോഴും ഹസ്ബി അല്ലാ, എനിക്കെൻ്റെ റബ്ബുണ്ട് കേട്ടോ, ഹസ്ബുൻ അല്ലാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട് കേട്ടോ എന്ന് പറയാൻ കഴിയണം. അങ്ങനെ പറഞ്ഞ സ്വഹാബത്ത് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മളെക്കാളും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള സ്വഹാബത്ത്.
ബിലാലുബ്നു റബാഹ, ബിലാൽ റളിയല്ലാഹു അൻഹു സഹിച്ചത്ര പ്രയാസങ്ങൾ നമ്മൾ സഹിച്ചിട്ടുണ്ടോ? മിസ്അബ് റളിയല്ലാഹു അൻഹു, കറുകറുത്ത ബിലാലും വെളുവെളുത്ത മിസ്അബും. ആ മിസ്അബ് തൻ്റെ എല്ലാ ഭാഗ്യങ്ങളും, എത്രമാത്രം വരുമാനം ഉണ്ടായിട്ടും എത്രമാത്രം ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും ഒരു ദിവസം തള്ളി നീക്കാൻ, ഏറ്റവും സമാധാനപൂർവ്വം തള്ളി നീക്കാൻ അത്രമാത്രം വരുമാനം ഉണ്ടായിരുന്ന മിസ്അബ് അതൊക്കെ ഉപേക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ പരലോകത്തിന് വേണ്ടിയിട്ട്. ഞാനത് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ചെയ്തത് അറിയാതെ ചെയ്ത എൻ്റെ തെറ്റുകളായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ പൈസയിൽ, എൻ്റെ വരുമാനത്തിൽ ഒരു മുന്തിയ ഭാഗം ദീനിന് കൊടുക്കുക. അത്രയൊന്നും ഇസ്ലാം പറയുന്നില്ല. സക്കാത്തിൻ്റെ ഇനങ്ങളിൽ വളരെ ചുരുങ്ങിയ പൈസ ചോദിക്കണുള്ളൂ. ഒരാൾ ലക്ഷങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും നിസ്സാരമായ പൈസ അള്ളാൻ്റെ ദീന് അനുവദിക്കണുള്ളൂ, അള്ളാൻ്റെ ദീന് ചോദിക്കണുള്ളൂ. അള്ളാൻ്റെ ദീന് അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനല്ല, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നീക്കി വെക്കാനാണ്. ഞാനിവിടെ വലിയ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ പാവപ്പെട്ട ഒരാൾ അവൻ 2 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കണില്ല. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് നല്ല അയൽവാസിയാണ് നമ്മളെന്ന് ആലോചിക്കുക. നമ്മളാ നല്ല പ്രവാചകൻ പഠിപ്പിച്ച ആ നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. അവൻ പട്ടിണി കിടക്കുമ്പം എൻ്റെ വീട്ടിൽ അടുക്കള പുക ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് ഏറ്റവും നല്ല സന്തോഷം തോന്നും. ഒരു പക്ഷേ മിഞ്ഞാന്ന് വലിയ ഫുഡൊക്കെ ഉണ്ടാക്കി വലിയ സൽക്കാരമൊക്കെ ഉണ്ടാക്കിയും ഇന്നെ വിളിച്ചില്ലല്ലോ എന്ന് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലൊരു വിങ്ങലുണ്ടാവും. പക്ഷേ എൻ്റെ വീട്ടിലൊരു പരിപാടി നടക്കുമ്പം എൻ്റെ അയൽവാസിയാണ് അവന്, എൻ്റെ അടുത്ത സുഹൃത്താണ് അവനെ ഒഴിവാക്കിയിട്ട് എനിക്ക് വേണ്ട. അവനും കൂടി വിളിച്ചാൽ അവന് കിട്ടുന്ന അതേ സ്വർഗ്ഗം ഒരു പക്ഷേ എനിക്കും കിട്ടിക്കൂടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നമുക്ക് തോന്നണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചതിൻ്റെ 1/7 പോലും നമ്മളാരും അനുഭവിച്ചിട്ടില്ല. പ്രവാചകൻ്റെ കഥകളൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ അനുഭവിച്ച തീക്ഷ്ണത ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഉമർ ആരാണ്? ഉമറിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കുമ്പം നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ്റെ നിഴൽ പോലും നിൽക്കൂല എന്നായിരുന്നു. അത്രമാത്രം ഉമറിനെ പേടിച്ച് ഭയപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഉമറാണ് വരുന്നത് എന്ന് കണ്ടാൽ ആളുകൾ വഴിമാറി നടക്കും. കാരണം ഉമറിനെ എല്ലാവർക്കും പേടിയാണ്. ആ ഉമറാണ് ഉക്കാള ചന്തയിലൂടെ അങ്ങനെ നടക്കുമ്പം ഒരു കടയിൽ കയറിയിട്ട് ഇന്ന് നിനക്ക് എന്താ കിട്ടിയത്, അതിൽ നിന്ന് എനിക്ക് താന്ന് പറയുന്നത്. ആ സമയത്ത് അയാൾ പറഞ്ഞു, ഉമറെ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളൂ, കട തുറന്നിട്ടുള്ളൂ, കുറച്ച് കഴിയട്ടെ, പൈസ കിട്ടിയിട്ട് അത് മുഴുവനും നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഉമർ എന്താ ചെയ്തത്? ഉമർ ആ മനുഷ്യൻ്റെ പെരുവിരൽ അറുത്തിട്ട് കഴുത്തിൽ മാല തൂക്കിയെന്നാണ്. അങ്ങനെ ജീവിച്ചിരുന്ന ഉമർ പെൺകുട്ടികൾ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പെൺകുട്ടികളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന ഒരു ജാഹിലിയ കാലഘട്ടത്തിൽ വളർന്നു വന്ന ഉമർ, ആ ഉമറാണ് പിൽക്കാലത്ത് മാറുന്നത്. ആ ഉമറിന് മാറ്റമുണ്ട്. ആ ഉമർ വിശുദ്ധ ഖുർആൻ്റെ വാക്കുകൾ കേൾക്കുകയാണ്. ഉമറിൻ്റെ ജീവിതത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വരികയാണ്. പ്രവാചകനെ കൊല്ലണം, മുഹമ്മദിൻ്റെ തല അറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഉമർ, ആ ഉമറിന് കിട്ടിയ തഖ്വയും ആ ഉമറിന് കിട്ടിയ ദീനും നമ്മളെ മുമ്പിലുണ്ട്. ആരും നമ്മളോടത് മാറ്റിവെക്കുക, മറച്ചു വെക്കുക ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ മുമ്പിൽ സ്വതന്ത്രമായിട്ട് ഇവിടെ ദീനുണ്ട്. ആ ദീൻ എന്താണ്? നമ്മളറിയാതെ പോവാണ്, നമ്മൾ മനഃപൂർവ്വം അതിൽ നിന്നിങ്ങനെ വ്യതിചലിച്ചു പോവാണ്. ആത്മാർത്ഥമായിട്ട് ആ ദീനിനെ മുറുകെ പിടിക്കുന്ന ആളുകളാവണം. മഹാനായ മാലിക് ബിനു ദീനാർ, ആ മാലിക് ബിനു ദീനാർ എന്ന് പറയുന്നത് ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ഒരു കച്ചവട സംഘത്തോടൊപ്പം ഇങ്ങനെ തോണിയിൽ യാത്ര ചെയ്യാണ്. ആ യാത്രയിൽ അവസാനത്തെ പ്രോസസ്സ് എന്നുള്ള നിലയിൽ മാലിക് ബിനു ദീനാറിനെ എല്ലാവരും ചെക്ക് ചെയ്യാണ്. അവിടെ ഓല ലഗേജിൽ എന്തെങ്കിലും സാധനം ഉണ്ടോ, വേറെ രാജ്യത്തേക്ക് പോവാണ്, അതുകൊണ്ട് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മാലിക് ബിനു ദീനാർ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ സാധാ മനുഷ്യനെ പോലെയാണ് വന്നത്, എൻ്റെ കയ്യിൽ ഒരു ലഗേജും ഇല്ല. അങ്ങനെ മാലിക് ബിനു ദീനാർ അവിടുന്ന് സന്തോഷപൂർവ്വം ഇറങ്ങി നടക്കുക. ആ ഇറങ്ങി നടക്കുന്ന സമയത്തും ചില ആളുകൾ ഇങ്ങനെ വിയർത്തൊലിക്കുക, അവർ പേടിച്ച് വിറക്കുക. കാരണം അവരുടെ ലഗേജുകളിൽ പല വേണ്ടാത്ത സാധനങ്ങളുണ്ട്. ആ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടും അവരിങ്ങനെ പേടിച്ച് വിറക്കുന്ന സമയത്ത് മാലിക് ബിനു ദീനാർ സമാധാനപൂർവ്വം നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ മാലിക് ബിനു ദീനാർ അവിടെ നിന്നു. മാലിക് ബിനു ദീനാറിന് ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. മാലിക് ബിനു ദീനാർ ഇങ്ങനെ പൊട്ടിക്കരയുക. എന്തിനായിരിക്കണം മാലിക് ബിനു ദീനാർ അങ്ങനെ കരയണത്? മാലിക് ബിനു ദീനാർ പറയുന്നുണ്ട്, എൻ്റെ പരലോകത്തെ തിന്മയുടെ ഭാണ്ഡക്കെട്ടുകൾ നാളെ എൻ്റെ മുമ്പിൽ വരുമോ, അതോ ആ ഭാണ്ഡക്കെട്ടുകളൊക്കെ അവിടുന്ന് മറക്കപ്പെട്ടിട്ട് സ്വർഗത്തിൻ്റെ പാത എനിക്ക് കിട്ടുമോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ കരയണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. പ്രവാചകൻ ഇങ്ങനെ കരയുക. പ്രവാചകൻ കരയുന്നത് എന്തിനാണ്? ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ആളാണ്. ഒരു തിന്മ പോലും ജീവിതത്തിൽ വരാത്ത പ്രവാചകന്, ആ പ്രവാചകൻ പൊട്ടിക്കരയുന്നത് പോലും നാളെ എൻ്റെ ഖബറിൽ ശിക്ഷ ഉണ്ടാവുമോ, എന്നെ എങ്ങാനും അള്ളാഹ് പരീക്ഷിക്കുമോ, എൻ്റെ ദീനിൽ നിന്ന് ഞാനെങ്ങാനും മാറിപ്പോവോ? പ്രവാചകനാണ്, ചിന്തിക്കണം. അത്രമാത്രം ഗൗരവത്തിൽ പ്രവാചകന് വരെ
പ്രാർത്ഥിക്കുകയാണ്. ഓരോ സ്വഹാബിയും ജീവഹാനി പെട്ടുകൊണ്ട് അവർ മതം പരിവർത്തിക്കപ്പെട്ടുകൊണ്ട് ദീനിലേക്ക് കടന്നു വരിക. ഇന്നും ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ട്. നമ്മളൊക്കെ ആലോചിക്കേണ്ടതും ഇതുപോലെയാണ്. പ്രിയമുള്ളവരെ, 3 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുക. ഒന്നാമതായിട്ട്, കഠിനമായ ശിക്ഷ നമ്മുടെ കബറകങ്ങളിലേക്ക് വരും. കഠിനമായ ശിക്ഷ. എത്ര നന്മ ചെയ്ത ആളാണെങ്കിലും ആ കബറിൻ്റെ ഇടുക്കത്തിലേക്ക് ഒരു ഞെരുക്കുണ്ടാവും. അത് പ്രവാചകന് വരെ ഉണ്ടാവുന്നതാണ്. ആ ഞെരുക്കത്തിൽ അല്പം സമാധാനം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നാളെ മലക്കുകൾ ഇങ്ങനെ നമ്മളെ റൂഹുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് 1-ാം ആകാശത്തിൽ നിന്ന് 2-ാം ആകാശത്തിലേക്കൊക്കെ ഇങ്ങനെ നമ്മുടെ റൂഹിനെ ഇങ്ങനെ മാടി വിളിക്കുന്ന മലക്കുകൾ ഉണ്ടാവും. 2 വിഭാഗം ആളുകളാണ് ഉണ്ടാവുക. ഒന്നാമതായിട്ട്, എനിക്ക് ഈ റൂഹിനെ വേണ്ട, ഈ റൂഹ് അങ്ങേയറ്റം ദുർഗന്ധമാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്ന റൂഹ് ഉണ്ടാവും. അവരാണ് നഷ്ടക്കാരിൽപ്പെട്ട റൂഹ്. നമ്മൾ ഇത്രയും സമയം ചർച്ച ചെയ്ത നഷ്ടക്കാരിൽപ്പെട്ട റൂഹ്. രണ്ടാമതായിട്ട്, ആ റൂഹിന് വല്ലാത്ത സുഗന്ധമാണ്. ആ റൂഹിനെ ഓരോ മലക്കുകൾ ഓരോ ആകാശത്തും കാത്തിരിക്കുകയാണ്. ഈ റൂഹിന് അടുത്ത ആകാശം വരെ മെല്ലെ മെല്ലെ ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറയുന്ന മലക്കുകളുണ്ട്. ആ ഒരു റൂഹിൻ്റെ അടിമകളായി മാറണം നമ്മൾ. രണ്ടാമതായിട്ട്, പാപമോചനവും പ്രീതിയും നമ്മളെ മുമ്പിലുണ്ട്. അങ്ങേയറ്റം പാപമോചനം നടത്തുക. എന്തൊക്കെ തെറ്റ് ചെയ്താലും, ഞാൻ അറിഞ്ഞാണ്ടും അറിയാതെ ആവട്ടെ, എന്ത് തെറ്റ് ചെയ്താലും അതിനൊക്കെ പാപമോചനത്തിന് അള്ളാഹ് നമുക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. 5 നേരത്തെ നമസ്കാരം നമുക്കറിയാം. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ 50 വക്ത് നമസ്കാരമായിട്ടായിരുന്നു പ്രവാചകന് വന്നത്. പ്രവാചകൻ 50 വക്ത് നമസ്കാരമായിട്ട് വന്നിട്ട് ആ 50 വക്ത് നിന്റെ സമൂഹത്തിന് ബുദ്ധിമുട്ടാവട്ടോ എന്ന് പറഞ്ഞ് പ്രവാചകൻ തിരിച്ചു പോവുക അള്ളാൻ്റെ അടുത്തേക്ക്. എന്നിട്ട് അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ, ഇതിൽ നിന്ന് എന്തെങ്കിലും എനിക്കൊന്ന് കുറച്ച് തരാൻ പറ്റുമോ? എൻ്റെ സമുദായത്തിന് ഇത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞ സമയത്ത് 5 വക്ത് നമസ്കാരം. ഒന്ന് ആലോചിച്ച് നോക്കുക, 50 വക്ത് നമുക്ക് നമസ്കരിക്കേണ്ട അവസരം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയായിരിക്കും? നമ്മളെ തിരക്കുകളൊക്കെ വല്ലാതെ കൂടിപ്പോകും, നമ്മൾ വല്ലാതെ ഡിപ്രഷനിലാവും. പക്ഷെ അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട്. നമ്മളെ മുമ്പിൽ ഒരുപാട് CCTVകൾ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അങ്ങേ അപ്പുറം നമ്മളെ റബ്ബ് നമ്മളെ കൂടെ ഉണ്ട്, നമ്മളെ സദാ വീക്ഷിക്കുന്നുണ്ട്. ഒരു തെറ്റ് ചെയ്യുമ്പോഴും ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കണം. മൂന്നാമതായിട്ട്, നേരത്തെ ഓതിയ തന്നെയാണ് അവസാനമായിട്ടും പറയാനുള്ളത്, നഷ്ടക്കാരിൽ പെട്ടുപോകരുത്. ഇതൊക്കെ പറഞ്ഞിട്ടും എല്ലാം അറിഞ്ഞിട്ടും എല്ലാം കേട്ടിട്ടും മതം കേട്ടിട്ടും എന്തൊക്കെ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക, നന്മ ഏതാ തിന്മ ഏതൊക്കെ നമ്മൾ കേട്ടിട്ടും നമ്മൾ തൊട്ടടുത്ത ദിവസം ഇതിനൊന്നും മാറ്റം വരാതെയാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആ നഷ്ടക്കാരിൽ പെടും. അങ്ങനെ ആ നഷ്ടക്കാരിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകരുത്. അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ് കേട്ടോ, ആ വിശ്വാസം, അള്ളാഹ് ഉണ്ട് കേട്ടോ എന്നുള്ള വിശ്വാസം ആത്മാർത്ഥമായിട്ട് മനസ്സങ്ങളിൽ കൊണ്ട് നടക്കുക. ഏത് സമയത്തും വ്യതിചലിക്കാവുന്ന റൂഹുണ്ടായിട്ടും ഏത് സമയത്തും വ്യതിചലിക്കാവുന്ന മനസ്സുകൾ ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കാൻ, എൻ്റെ മതം എന്നെ പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായിക്കൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. നാഥ, നീ അതെല്ലാം ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണമേ നാഥ. അള്ളാഹുവെ, തൗഹീദ് നഷ്ടപ്പെട്ട, ദീനും ദുനിയാവും നഷ്ടപ്പെട്ട അനേകായിരം ആളുകൾ ഇന്നും ഭൂലോകത്ത് ജീവിച്ച് മരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നാഥ. അത്തരം ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തരുതേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ ഹൃദയം നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ നാഥ. അള്ളാഹുവെ, മനസ്സിന് ധൈര്യവും തഖ്വയും ഈമാനും നൽകണേ നാഥ. അള്ളാഹുവെ, മരണത്തിൻ്റെ അവസാന വേദനയിലും അവസാന ഘട്ടത്തിലും നല്ല ഭക്തരായിക്കൊണ്ട് മരിക്കാനും നല്ല ഭക്തരായിക്കൊണ്ട് സ്വർഗം നേടുന്ന ഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലും നാഥ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. റബ്ബേ, കത്തിയാളുന്ന നരകത്തിൽ നിന്നും കഠിനമായ നരകശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോക വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും നീ പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. അള്ളാഹുവെ, രോഗങ്ങളാലും പ്രയാസങ്ങളാലും കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളാലും ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നാഥ. അള്ളാഹുവെ, നീ അവർക്കെല്ലാം ക്ഷമ നൽകി അനുഗ്രഹിക്കണമേ നാഥ. നാഥ, ഫലസ്തീൻ്റെ തെരുവീതികളിൽ ഇന്നും അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരും ഉണ്ട് നാഥ. അള്ളാഹുവെ, നീ അവരെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ.
പടച്ച റബ്ബേ, മറവി കാരണം, അറിവില്ലായ്മ കാരണം മതത്തിൽ നിന്നും അതികഠിനമായ കൊടിയ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ, നീ അതെല്ലാം ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തൗബയാകുന്ന പുഴയാൽ ഞങ്ങളെ നീ കഴുകണമേ നാഥ. അള്ളാഹുവെ, നിന്റെ തണലിൽ, നിന്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ നാഥ, നീ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭർത്താക്കരെയും ഞങ്ങളുടെ ഭാര്യമാരെയും എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ ഉമ്മഹാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفرنا يا غافر المجرمين والحمد لله رب العالمين.